കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ആകെ നിറഞ്ഞു നിൽക്കുന്ന പേരാണ് അഡ്വക്കേറ്റ് ടീന ജോസ്. ചില ഓൺലൈൻ മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും സിസ്റ്റർ ടീന ജോസ് എന്നാണ് ഇവരെ വിശേഷിപ്പിച്ചത് എങ്കിലും ഒരു കാര്യം ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ, നിലവിൽ ഇവർ ഒരു സന്യാസിനി സമൂഹത്തിലും അംഗമല്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു പത്രക്കുറിപ്പ് മുൻപ് ഇവർ അംഗമായിരുന്ന സന്യാസിനി സമൂഹം പുറത്തിറക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ സിസ്റ്റർ എന്നൊരു വിശേഷണം ഇനി ഇവരുടെ പേരിനോടൊപ്പം ചേർക്കേണ്ടതില്ല എന്നതാണ് യാഥാർത്ഥ്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ പരിപാടികളിൽ പങ്കാളിയാകുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിനു താഴെ ടീന ജോസ് നടത്തിയ പരാമർശമാണ് നിലവിലെ വിവാദങ്ങൾക്ക് കാരണമായത്. ആ പോസ്റ്റിനു താഴെ അവർ കുറിച്ചത് ഇങ്ങനെയാണ്: അന്നേരമെങ്കിലും ആരെങ്കിലും ഒരു ബോംബെറിഞ്ഞു തീർത്തു കളയണം അവനെ. നല്ല മനുഷ്യനായ രാജീവ് ഗാന്ധിയെ തീർത്ത ഈ ലോകത്തിന് അതൊക്കെ പറ്റും. ഇത് വളരെ വേഗത്തിൽ വിവാദമാവുകയും മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിറയുകയും ചെയ്തു. തുടർന്ന് ഇവർക്കെതിരെ അതിൽ കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഈ നടപടികളൊക്കെ നിലനിൽക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്ന മറ്റൊരു ചർച്ച അഡ്വക്കേറ്റ് ടീന ജോസിന്റെ പരാമർശത്തിൽ ഒരിക്കൽ അവർ അംഗമായിരുന്ന സന്യാസിനി സമൂഹത്തിനും കത്തോലിക്ക സഭയ്ക്കും ഉത്തരവാദിത്വം ഉണ്ട് എന്നാണ്. സഭയുടെ പഠനങ്ങളാണ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്താൻ ഇവരെ പ്രേരിപ്പിച്ചത് എന്നാണ് ചിലർ പറയുന്നത്. എന്നാൽ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നവർ മറന്നുപോയതോ ബോധപൂർവം വിസ്മരിക്കുന്നതോ ആയ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊള്ളട്ടെ. മുൻപ് CMC സന്യാസിനി സമൂഹത്തിലെ അംഗമായിരുന്ന ടീന ജോസ് നിലവിൽ ആ സഭയിൽ അംഗമല്ല. ഇതുമായി ബന്ധപ്പെട്ട് എറണാകുളം CMC വിമല പ്രൊവിൻസ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: CMC സന്യാസിനി സമൂഹത്തിലെ മുൻ അംഗമായിരുന്ന ടീന ജോസ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ അപായപ്പെടുത്തണമെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ എഴുതിയതായി ശ്രദ്ധയിൽപ്പെട്ടു. CMC സന്യാസിനി സഭയിലെ ടീന ജോസിന്റെ പ്രാഥമിക അംഗത്വം സഭയുടെ നടപടിക്രമങ്ങൾക്ക് വിധേയപ്പെട്ട് 4/4/2029 നഷ്ടപ്പെട്ടതാണ്. അന്നു മുതൽ സന്യാസ വസ്ത്രം ധരിക്കുവാൻ ടീന ജോസിന് നിയമപരമായി അനുവാദമോ അവകാശമോ ഇല്ലാത്തതാണ്. ടീന ജോസ് ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായും അവരുടെ മാത്രം തീരുമാനത്തിലും ഉത്തരവാദിത്വത്തിലുമാണ്. CMC സന്യാസിനി സമൂഹത്തിന് അതിൽ യാതൊരു പങ്കുമില്ല. PRO CMC വിമല പ്രൊവിൻസ്, എറണാകുളം. ഒരു സന്യാസ സമൂഹത്തിലും അംഗമല്ലാത്ത സ്വതന്ത്ര ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് നിലവിൽ ടീന ജോസ്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന പ്രവൃത്തികളുടെ പൂർണ്ണ ഉത്തരവാദിത്തം അവർക്കു മാത്രമാണ് എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. അതുപോലെ തന്നെ കാനോനിക നിയമങ്ങളുടെ ലംഘനം ചൂണ്ടിക്കാട്ടി സഭയിൽ നിന്നും വർഷങ്ങൾക്ക് മുൻപേ ഇവരെ പുറത്താക്കിയതാണ്. പിന്നീട് ഇങ്ങോട്ട് സഭയെ വിമർശിച്ചുകൊണ്ടും തന്റെ സഭാവിരുദ്ധ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ടും നിരവധി തവണ ടീന ജോസ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട്. അന്നൊക്കെ വലിയ താരപരിവേഷമായിരുന്നു ടീന ജോസിന് മാധ്യമങ്ങളിൽ നിന്നും സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ലഭിച്ചിരുന്നത്. വിപ്ലവകാരി എന്ന് പോലും ടീന ജോസിനെ വിശേഷിപ്പിച്ചവരുണ്ട്. പിന്നീട് ഇങ്ങോട്ട് 2020 പ്രചാരകയായും നിരവധി സമരവേദികളിലെ സാന്നിധ്യമായും ഒക്കെ ടീന ജോസ് പൊതുവേദികളിൽ സജീവമായിരുന്നു. അന്ന് ടീന ജോസ് സഭയ്ക്കെതിരെ പറഞ്ഞ കാര്യങ്ങളെ പുകഴ്ത്തുകയും അവരെ വിപ്ലവകാരി എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തവർ തന്നെയാണ് ഇന്നവർ മറ്റൊരു വിഷയത്തിൽ നടത്തിയ അഭിപ്രായ പ്രകടനത്തിന്റെ ഉത്തരവാദിത്തം സഭയും ഒരിക്കൽ അവർ അംഗമായിരുന്ന സന്യാസിനി സമൂഹവും ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത്.